റിവൻ, നമ്മളെല്ലാവരും പാലക്കാടും ചേലക്കരയും ഒക്കെ സഞ്ചരിച്ചിരുന്നു. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പോരാട്ടമായി പ്രതിപക്ഷം പറഞ്ഞത് ചേലക്കരയിലേതായിരുന്നു. ചേലക്കരയിൽ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് തെളിയിക്കും, അവിടെ LDFിൻ്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കുമെന്നായിരുന്നു പ്രതിപക്ഷം അവകാശപ്പെട്ടത്. പക്ഷേ അത് സംഭവിച്ചില്ല. വളരെ മികച്ച ഭൂരിപക്ഷത്തിൽ LDF ജയിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അങ്ങനെ വരുമ്പോൾ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന വാദം പൊളിഞ്ഞു വീഴുകയാണ്. മറ്റൊന്ന്, ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തുണ്ടായ ഒറ്റ ഉപതെരഞ്ഞെടുപ്പിലും സിറ്റിംഗ് സീറ്റിലല്ലാതെ വിജയിക്കാൻ UDFന് കഴിഞ്ഞിട്ടില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ മുൻപിലുണ്ട്. ഇതൊക്കെ പറയുന്നത്, രാഷ്ട്രീയ കേരളത്തോട് പറയുന്നത് എന്താണ്? തീർച്ചയായും മനു മുഖവുരയായി സൂചിപ്പിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇന്ന് കേരളം സ്വാഭാവികമായി ചർച്ച ചെയ്യേണ്ട, പ്രതിപക്ഷത്തിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത് തന്നെയാണ്. കാരണം പ്രതിപക്ഷ നേതാവ് ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ തുടർച്ചയായ വാർത്താ സമ്മേളനങ്ങളിലൊക്കെ തന്നെ ചേലക്കര തങ്ങൾ തിരിച്ചു പിടിക്കാൻ പോവുകയാണ്, ഇതിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ട്, സംസ്ഥാന സർക്കാരിനെതിരെ വ്യാപകമായ ഭരണവിരുദ്ധ വികാരമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്, അതിനെതിരെയുള്ള പ്രതിഷേധമായി ഈ ഉപതെരഞ്ഞെടുപ്പുകളെ മാറ്റും എന്നായിരുന്നു VD സതീശൻ ചില കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത്. മാത്രമല്ല ചേലക്കരയിൽ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനങ്ങളിലും ചുമതലയിലൊക്കെ തന്നെ അക്കമിട്ട് നിരത്തിയ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു. എന്തുകൊണ്ടാണ് ചേലക്കരയിൽ രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കി മാറ്റിയത്, ആ സ്ഥാനാർത്ഥിയാക്കി മാറ്റാനുള്ള കാരണം എന്താണ്, ഏതറ്റം വരെ പോയാലും ചേലക്കര തിരിച്ചു പിടിക്കണം എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. നേരത്തെ മനു സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ ഭരണവിരുദ്ധ വികാരമുണ്ട് എങ്കിൽ സിറ്റിംഗ് സീറ്റുകളിൽ വിജയിക്കുക മാത്രമല്ല. കാരണം നേരത്തെ തന്നെ തൃക്കാക്കരയിൽ സംബന്ധിച്ചും പുതുപ്പള്ളിയെ സംബന്ധിച്ചും ഒക്കെ തന്നെ VD സതീശൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി, തെരഞ്ഞെടുപ്പ് തന്ത്രത്തിൻ്റെ വിജയമാണ്, ഇത് സർക്കാരിനെതിരെയുള്ള ജനവികാരമാണ്, അതുകൊണ്ടാണ് ഇത്രയധികം ഭൂരിപക്ഷം ലഭിക്കാൻ കാരണമായതെന്നാണ്. അന്നും LDF പറഞ്ഞത് സിറ്റിംഗ് സീറ്റാണ്, പ്രത്യേകിച്ച് നേതാക്കളുടെ മരണശേഷം അവരുടെ ബന്ധുക്കൾ തന്നെ മത്സരിക്കുന്നൊരു സാഹചര്യം, ആ സവിശേഷമായ സാഹചര്യത്തിലുണ്ടായ ഭൂരിപക്ഷ വർധനമാണ് എന്നായിരുന്നു LDFിൻ്റെ വിലയിരുത്തൽ. ഒപ്പം തന്നെ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിക്ക് ശേഷം LDF തിരിച്ചു വരുന്നു എന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന വാർഡുകളെ ഉദ്ധരിച്ചുകൊണ്ട് അവിടെ ലഭിച്ച ഭൂരിപക്ഷം, തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 8 ഇടത്താണ് അവസാനം ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. 8ഇടവും BJPയുടെയും 4 BJPയുടെ സിറ്റിംഗ് സീറ്റുകളായിരുന്നു എങ്കിൽ ഒരു ജില്ലാ പഞ്ചായത്ത് അടക്കം ബാക്കി വരുന്ന 4 സീറ്റുകൾ കോൺഗ്രസിൻ്റെ ആയിരുന്നു. അവിടെ മുഴുവൻ പൂർണ്ണമായി സമ്പൂർണ്ണ ആധിപത്യത്തോടെയാണ് LDF തിരിച്ചു വന്നത്. അപ്പോഴൊക്കെ UDF പറഞ്ഞത് ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ അങ്ങനെ വിലയിരുത്താൻ കഴിയില്ല എന്നതാണ്. പക്ഷേ ചേലക്കര നൽകുന്ന പാഠം എന്താണ് എന്നതാണ് UDFന് ഇപ്പോൾ വലയ്ക്കുന്നത്. ഇതുവരെ പ്രതിപക്ഷ നേതാവുമായി ചേർന്ന് നിന്നവരും ഒക്കെ പറഞ്ഞിരുന്നത് സർക്കാരിനെതിരെ ജനവികാരമുണ്ട്, ആ ജനവികാരത്തെ മുഴുവൻ മാറ്റി തീർക്കാൻ, UDFന് അനുകൂലമായി മാറ്റിയെടുക്കാൻ മുന്നിൽ നിന്ന് നയിക്കുന്നത് പ്രതിപക്ഷ നേതാവാണ്. അതുകൊണ്ട് അദ്ദേഹം നയിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം വിജയിക്കുന്നു, അതുകൊണ്ട് ചേലക്കരയിലും അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി വിജയിക്കാൻ പോവുകയാണ് എന്നതായിരുന്നു നേരത്തെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ അനുകൂലികൾ വ്യാപകമായി പ്രചരിപ്പിച്ചത്. ഒപ്പം തന്നെ VD സതീശനെ അനുകൂലിക്കുന്ന ചില മാധ്യമങ്ങളും വലിയ രീതിയിൽ വ്യാപകമായ പ്രചരണം ഇക്കാര്യത്തിൽ നടത്തിയിരുന്നു. പക്ഷേ ചേലക്കര നൽകുന്ന വിജയം LDFനെ സംബന്ധിച്ചിടത്തോളം വലിയ ശക്തമായ തിരിച്ചുവരവാണ് എന്ന കാര്യം സ്വതന്ത്രമായി കാര്യങ്ങൾ വിലയിരുത്തുന്നവർ പറയുന്നുണ്ട്. കാരണം കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ 5000 ഭൂരിപക്ഷം, അത് 10000 കടത്തി 12000ത്തിലേക്ക് ഭൂരിപക്ഷം കൊണ്ടുവരാൻ LDFനായി. പിന്നെ ചേലക്കരയിൽ 9 പഞ്ചായത്തുകളിൽ 6 മാത്രമാണ് LDF ഭരിക്കുന്നത്, ബാക്കി 3 UDFിൻ്റെ അപ്രമാദിത്വമുള്ള പഞ്ചായത്തുകളാണ്. ആ പഞ്ചായത്തുകളിലടക്കം എല്ലാ പഞ്ചായത്തിലും LDF ഭൂരിപക്ഷം നേടി. ആ പഞ്ചായത്തിൻ്റെ കണക്കുകൾ പരിശോധിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പഴയന്നൂർ പഞ്ചായത്തിൽ 22ൽ 14 വാർഡുകളും UDFന് ആണ് അംഗങ്ങൾ. അവിടെ 851 വോട്ടിന് LDFിൻ്റെ സ്ഥാനാർത്ഥി ലീഡുണ്ട്. കൊണ്ടാഴിയിൽ UDFന് 8 അംഗങ്ങളുണ്ടെങ്കിലും UDFിനേക്കാൾ 107 വോട്ടിൻ്റെ ഭൂരിപക്ഷം, അതായത് UDF ഭരിക്കുന്ന പഞ്ചായത്താണ്. അവിടെയാണ് രമ്യ ഹരിദാസ് ബഹുദൂരം മുന്നിൽ വരും എന്ന് പറഞ്ഞു. അവിടെ 107 വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന തിരുവല്ലാമലയിൽ 432 വോട്ടിൻ്റെ ഭൂരിപക്ഷം, അവിടെയും UR പ്രദീപ് നേടി. അതായത് വലിയ തരത്തിലുള്ള തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നേടും, UDF മുന്നേറുമെന്ന് പ്രതീക്ഷിച്ച സ്ഥലങ്ങളിൽ പോലും LDFന് മുന്നേറ്റമുണ്ടായി. അത് LDFന് ഭരണവിരുദ്ധ വികാരം LDFനെ സംബന്ധിച്ചിടത്തോളം ചേലക്കരയിൽ ഇല്ല. മാത്രമല്ല കേരളത്തിലെ സിറ്റിംഗ് സീറ്റുകൾ, LDF വിജയിച്ച സിറ്റിംഗ് സീറ്റുകളിൽ അതേ ജനവികാരം നിലനിർത്താൻ
LDFന് കഴിയുന്നുണ്ട്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളവും നമ്മൾ നേരത്തെ ജയിച്ച പുതുപ്പള്ളിയും തൃക്കാക്കരയെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായി അവർ വിജയിച്ചു വരുന്ന സീറ്റാണ്, അവരുടെ സിറ്റിംഗ് സീറ്റാണ്. ഒപ്പം തന്നെ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എങ്ങനെയാണ് UDF അനുകൂലമാക്കി മാറ്റിയത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. തൃക്കാക്കരയിൽ അവർ നടത്തിയ പ്രചരണം ഏതെല്ലാം തരത്തിൽ മലീമസമായ പ്രചരണമാണ് അവർ സോഷ്യൽ മീഡിയ നടത്തിയത്. ഒപ്പം തന്നെ തൃക്കാക്കരയിലെ രാഷ്ട്രീയമായിട്ടുള്ള അവിടുത്തെ അടിസ്ഥാനപരമായി തൃക്കാക്കര മണ്ഡലത്തിൻ്റെ ഭൗതിക സാഹചര്യം UDFന് അനുകൂലമാണ്. പുതുപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടി മരണശേഷം നടന്ന തെരഞ്ഞെടുപ്പാണ്. വളരെ അടുത്ത സാഹചര്യത്തിന് തെരഞ്ഞെടുപ്പ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നിർഭൻ. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നിർഭൻ പറഞ്ഞതുപോലെ പാലക്കാട് മണ്ഡലം എടുക്കാം. പാലക്കാട് എന്ന് പറയുന്നത് എക്കാലത്തും UDFന്റെ കോട്ടയായ സ്ഥലമാണ്. 99 സീറ്റ് നേടിയ ഘട്ടത്തിൽ പോലും LDFന് ജയിക്കാൻ കഴിയാതെ പോയ ഒരിടമാണ്. അവിടെ UDF വിജയിക്കുമ്പോൾ പക്ഷേ ആ വിജയത്തിൻ്റെ പങ്കുപറ്റാൻ SDPI പോലുള്ള ഒരു സംഘടന കൂടി രംഗത്ത് വരുന്നത് കാണുമ്പോഴാണ് സ്വന്തം സീറ്റ് നിലനിർത്താൻ ഏതൊക്കെ മാർഗങ്ങളിലേക്ക് UDFന് പോകേണ്ടി വരുന്നു എന്നതുകൂടി കേരളം കാണുന്നത്. ഈ ഘട്ടത്തിൽ അതും ചർച്ച ചെയ്യാതെ പോകാൻ കഴിയില്ല. തീർച്ചയായും മനു, അതിലേക്ക് ഞാൻ വരികയായിരുന്നു. ഈ പറഞ്ഞ അവർക്ക് ഉറപ്പുള്ള ഒരു സിറ്റിംഗ് സീറ്റിൽ പോലും അവർക്ക് ഈ പറഞ്ഞ തുടർച്ചയായ തെരഞ്ഞെടുപ്പിലെല്ലാം അവർ വിജയിച്ച പാലക്കാട് സീറ്റിൽ അവർക്ക് എങ്ങനെയാണ് ഇപ്രാവശ്യം ഈ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനായത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം തന്നെയാണ് ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ SDPI എന്ന മത തീവ്രവാദ സംഘടന നടത്തിയ UDFൻ്റെ അവരുടെ ഈ ആഹ്ലാദ പ്രകടനം നടത്തിയത് SDPI ആണ്. മാത്രമല്ല SDPI പരസ്യമായി നോട്ടീസ് ഇറക്കി. അവർ അവർക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന പ്രദേശങ്ങളിലെല്ലാം ആ നോട്ടീസ് വിതരണം ചെയ്തു. UDF വിജയിക്കണമെന്ന് അവർ വീട് വീടാന്തരം കയറി UDFന് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു. മാത്രമല്ല ഈ പരസ്യമായും രഹസ്യമായും ചർച്ച നടത്തിയെന്ന് ഇപ്പോൾ UDFൻ്റെ നേതാക്കൾ തന്നെ അംഗീകരിക്കുന്നുണ്ട്. അവർക്ക് ആ കാര്യത്തിൽ പ്രതിരോധം നടത്താൻ പറ്റുന്നില്ല. മാത്രമല്ല 10,000 വോട്ട് SDPIയുടെ വോട്ടാണ് എന്ന് അവരുടെ നേതാക്കൾ തന്നെ പാലക്കാട് പറയുന്നു. അതുകൊണ്ടാണ് LDFൻ്റെയും CPMൻ്റെയും സംസ്ഥാന സെക്രട്ടറിയൊക്കെ പറയുന്നത് എങ്ങനെ ഉള്ള ഒരു ഔഷധ കൂട്ടുകെട്ടാണ് പാലക്കാടിൽ ഈ UDFൻ്റെ വിജയം സാധ്യമാക്കിയത്. അവരുടെ ഭൂരിപക്ഷത്തിൽ അങ്ങനെ അത്ര കണ്ട് അഭിമാനിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചേലക്കരയിൽ LDF ഉണ്ടാക്കിയ മുന്നേറ്റം പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് VD സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പൂർണ്ണമായി പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല മുരളീധരനെ പോലത്തെ മുൻ KPCC പ്രസിഡന്റ് അദ്ദേഹം അടക്കം പറഞ്ഞത് ചേലക്കരയുടെ പരാജയം വലിയ തിരിച്ചടി തന്നെയാണ്. കാരണം അങ്ങനെ ഭരണവിരുദ്ധ വികാരമുണ്ട് എങ്കിൽ അത് എന്തുകൊണ്ട് പ്രയോജനപ്പെടുത്താൻ UDFനായില്ല, കോൺഗ്രസിനായില്ല എന്നതാണ്. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ വാർത്തയുടെ മുഖവരിയായി സൂചിപ്പിച്ചതുപോലെ PV മോഹനൻ എന്ന AICCയുടെ സെക്രട്ടറി ഈ 2 മണ്ഡലങ്ങളിൽ ചുമതലയുള്ള ഒരാളാണ്. അദ്ദേഹം ഒരു ദേശീയ ദിനപത്രത്തിൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് പാലക്കാടിലെ വിജയം എന്ന് പറയുന്നത് ഷാഫി പറമ്പിലിൻ്റെ VK ശ്രീകണ്ഠൻ്റെ പ്രസ്റ്റീജിയസ് വിജയമായിരുന്നു. അവരുടെ പരിശ്രമം മുഴുവൻ പാലക്കാട് മണ്ഡലത്തിൽ പ്രയോജനപ്പെടുത്തി. അതിൻ്റെ റിസൾട്ടാണ് പാലക്കാട് കണ്ടത്. എന്നാൽ അതേ ഉദ്യമം, അതേ പരിശ്രമം ചേലക്കരയിൽ കണ്ടില്ല. ചേലക്കരയിൽ നേതൃത്വത്തിൻ്റെ അഭാവം വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിട്ടുണ്ട്. രണ്ടാം നിര നേതാക്കൾ ചേലക്കരയിൽ കേന്ദ്രീകരിച്ചില്ല. അവർക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ പോലും അവരുടെ വോട്ട് സമാഹരിക്കാനും കഴിഞ്ഞില്ല. UDFൻ്റെ ഭരിക്കുന്ന പഞ്ചായത്തിൽ പോലും UDF പിന്നിൽ പോയത് പരിശോധിക്കേണ്ട കാര്യമാണ്. ഒപ്പം തന്നെ നാം ചേർത്ത് വായിക്കണം, നേരത്തെ തന്നെ നമ്മൾ വാർത്തകളായി പുറത്തു വന്നതാണ്, ഈ പാലക്കാട് മുഴുവൻ നേതാക്കളും VD സതീശൻ്റെ പ്രസ്റ്റീജിയസ് മത്സരമായി പാലക്കാട് മാറുകയും കോക്കസിൻ്റെ മത്സരമായി മാറുകയും ചെയ്തപ്പോൾ പാലക്കാട് മുഴുവൻ നേതൃത്വവും കേന്ദ്രീകരിച്ചപ്പോൾ അവിടെ ചേലക്കരയിലെ സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസ് തന്നെ അവരുടെ നിയോജക മണ്ഡല കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞത് ഇവിടെ ചേലക്കരയിൽ ഒരു മത്സരം നടക്കുന്നുണ്ട്, നേതൃത്വം ആരും ഇവിടെ വരുന്നില്ല, എല്ലാവരും പാലക്കാട് കേന്ദ്രീകരിക്കുകയാണെന്ന അഭിപ്രായം പരാതിയായി അവർ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ചേലക്കരയിൽ വിജയിക്കാൻ കഴിയാത്തതിൻ്റെ കാര്യത്തെ സംബന്ധിച്ച് കോൺഗ്രസിനുള്ളിൽ തന്നെ അഭിപ്രായ വ്യത്യാസം ഉടലെടുത്തിട്ടുണ്ട്. നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ പാലക്കാടിൻ്റെ വിജയത്തിൻ്റെ ക്രെഡിറ്റ് ആർക്കാണ് എന്ന തർക്കവും കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ ഉടലെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന തുടർച്ചയായി പ്രതിപക്ഷവും UDFും കോൺഗ്രസും പ്രത്യേകിച്ച് VD സതീശനും വാർത്താ സമ്മേളനങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിൽ വലിയ തരത്തിലുള്ള തെറ്റ് സംഭവിച്ചിരിക്കുന്നു. കാരണം ഈ ചേലക്കരയുടെ വിജയം LDFന് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 5-ൽ നിന്ന് 12,000-ലേക്ക് അവർ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നുണ്ട്. എല്ലാ പഞ്ചായത്തിലും ലീഡ് നേടാൻ LDF സ്ഥാനാർത്ഥി കഴിഞ്ഞിട്ടുമുണ്ട്. മനു.